നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങളാണ്. അതായത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് ഏകപക്ഷീയമായി ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിക്കുകയാണ് ട്രംപ്. മോദി അത് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല എങ്കിൽ പോലും ട്രംപിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഉണ്ടാക്കിയ വ്യാപാര കരാറാണോ ട്രംപിനെ ഇത്ര പെട്ടെന്ന് ഒരു ധാരണയിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത് എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കിയ ശേഷം വിശദമായി വാർത്തകളിലേക്ക് വരാം. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണ. കരാറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറയ്ക്കാൻ അമേരിക്ക 50-ൽ നിന്ന് 18% തീരുമാനം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യം. ട്രംപിന് നന്ദി പറഞ്ഞ് മോദി. രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. മുൻ കരസേനാ മേധാവി AM നരവനെയുടെ ഓർമ്മക്കുറിപ്പ് വീണ്ടും ചർച്ചയാക്കാൻ പ്രതിപക്ഷം. ചൈനയുടെ കടന്നുകയറ്റ ശ്രമത്തിനിടെ സർക്കാർ വ്യക്തമായ ഉത്തരം നൽകാൻ തയ്യാറായില്ലെന്ന വിവാദ വെളിപ്പെടുത്തലിൽ പ്രതിഷേധം. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രൂപയുടെ മൂല്യത്തകർച്ചയിൽ ആശങ്കപ്പെടേണ്ടതില്ല. കേരളത്തെയും തമിഴ്നാടിനെയും അവഗണിച്ചുവെന്ന ആരോപണങ്ങളും തള്ളി. പ്രതികരണം നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ. ഗുരുവായൂരിൽ മത്സരിക്കില്ലെന്ന് K മുരളീധരൻ. ലീഗിന്റെ സീറ്റ് ഏറ്റെടുക്കില്ല. തിരുവമ്പാടി വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മത്സരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു മുരളി. തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ. ശബരിമല കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും പങ്കില്ലെന്ന് ഹർജിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹർജി നാളെ പരിഗണിക്കും. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായി. കരാറിന്റെ ഭാഗമായി ഇന്ത്യക്ക് മേലുള്ള തീരുവ 50%-ൽ നിന്ന് 18% കുറയ്ക്കും. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടു സാമ്പത്തിക ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. രാകേഷ് വിവരങ്ങളുമായി ശരിയാണ്. രാകേഷ്, നമുക്കറിയാം ഇത് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ തീരുവ യുദ്ധം ഇത് കുറേ നാളായി തുടർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് അവസാനമാവുകയാണ്. ട്രംപ് ഒടുവിൽ വഴങ്ങുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ ഏതായാലും ഇന്ത്യ US കരാറിന് ധാരണയായിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നു. അതിനുശേഷം ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 50% തീരുവ അത് 18% കുറയ്ക്കും എന്ന പ്രഖ്യാപനം ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ 25% പകരം തീരുവയാണ് ചുമത്തിയിരുന്നത്. അത് 18% തുടരും. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട പേരിൽ ചുമത്തിയ 25% തീരുവ അത് എടുത്തു കളയും എന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ട്രംപ് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അറിയിച്ചിരിക്കുകയാണ്. അതിൽ ട്രംപ് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അത് അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയിട്ടുണ്ട്. കാരണം നിലവിൽ ഇന്ത്യ വാങ്ങുന്ന അസംസ്കൃത എണ്ണ ഏതാണ്ട് 35% മുതൽ 40% വരെ റഷ്യയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം അവസാനം, അതായത് ഡിസംബർ മാസത്തോടുകൂടി 27% തന്നെ കുറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണയ്ക്കായി ആശ്രയിച്ചിരുന്ന രാജ്യം റഷ്യയാണ്. പക്ഷേ ട്രംപ് ഇപ്പോൾ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്നാണ്. പകരം അദ്ദേഹം പറയുന്നത് US-ൽ നിന്നും വെനസ്വേലയിൽ നിന്നും കൂടുതലായി എണ്ണ വാങ്ങും എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നത് യുക്രൈൻ യുദ്ധം കുറയ്ക്കാനടക്കം സഹായിക്കുമെന്ന കാര്യം കൂടി ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നേരത്തെ ഇത്തരത്തിൽ ഒരു തീരുവ യുദ്ധത്തിലേക്ക് അമേരിക്ക, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ കടന്നത്. അന്ന് ട്രംപ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ യുക്രൈൻ യുദ്ധമായിരുന്നു. തീരുവ
അധിക തീരുവ അടക്കം അല്ലെങ്കിൽ അധിക ചുങ്കം അടക്കം ചുമത്താൻ കാരണമായി അന്ന് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് മാത്രമായിരുന്നില്ല കാരണം. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് നൽകണമെന്നൊരു ആവശ്യം അമേരിക്ക കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യ അതിന് വഴങ്ങിയിരുന്നില്ല. ഇന്ത്യ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം രാജ്യ താല്പര്യം സംരക്ഷിക്കുമെന്ന നിലപാടായിരുന്നു ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാർഷിക മേഖലയിൽ നിന്ന് ഏതാണ്ട് 50,000 കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. സാങ്കേതിക മേഖലയിലടക്കം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഏതായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ മാത്രമേ എന്താണ് ഇന്ത്യയും US തമ്മിലുള്ള കരാർ എന്ന കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. ഏതായാലും നേരത്തെ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാറിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് ഇത്തരം പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇത്തരമൊരു കരാറിലെത്തി എന്ന സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്ക് നന്ദി അറിയിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികളാണ് ഇന്ത്യയും ഒപ്പം തന്നെ അമേരിക്കയും. ആ വലിയ ശക്തികൾ ഒന്നിക്കുമ്പോൾ അത് 2 രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നടക്കം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ജയറാം രമേശ് തന്നെയാണ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ജയറാം രമേശാണ് ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്ക് ഇന്ത്യ വഴങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിലൂടെയാണെന്ന വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപാണ്. അതിനുശേഷം ആ തർക്കം അവസാനിച്ചു. ഇപ്പോൾ വ്യാപാര കരാറിൽ എത്തിയെന്ന് പ്രഖ്യാപിക്കുന്ന ഡൊണാൾഡ് ട്രംപാണ്. അത്തരത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പാർലമെന്റ് ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ ഇന്ന് ഈ വിഷയം കൂടി പാർലമെന്റിൽ ഉന്നയിക്കാനായിരിക്കും കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. അപ്പോഴും ഈ മോദിക്ക് ഇക്കാര്യത്തിൽ മോദി ട്രംപിന്റെ പല പരാമർശങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെങ്കിലും വ്യാപാര കരാർ അന്ത്യവുമായി എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ട്രൂത്ത് സോഷ്യലിലൂടെ ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ഒരുപക്ഷേ ട്രംപിൻ്റെയൊക്കെ രീതി വെച്ചിട്ട് പിന്നീട് അത് പിൻവലിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്കറിയാം വളരെ പെട്ടെന്നാണ് ചുങ്കങ്ങൾ ഏർപ്പെടുത്തുന്നത് പല രാജ്യങ്ങൾക്കും. അതിനുശേഷം അത് പിൻവലിക്കും. തുടർച്ചയായി മോദി സുഹൃത്താണ് എന്നും ശക്തനായ ഭരണാധികാരിയാണെന്നൊക്കെ പറയും. പിന്നീട് അടിച്ചേൽപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള ട്രംപിൻ്റെ ഒരു മനോഭാവം അത് ആയിരിക്കും ഒരുപക്ഷെ ഇന്ത്യയെ ഈ ഒരു കാര്യം അത്രത്തോളം പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ മോദിയുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വിടാൻ അല്പം മടിക്കുന്നത്. തീർച്ചയായും അത്തരം വ്യാപാര കരാർ എന്ന സ്ഥിരീകരണം ഏതായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടില്ല. കരാറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പകരം പക്ഷേ നന്ദി അറിയിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അറിയേണ്ട രഞ്ജിത്ത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ കരാർ വന്നിട്ടുള്ളതെന്നാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുള്ളത് ട്രംപും വൈറ്റ് ഹൗസുമാണ്. സ്വാഭാവികമായും ഇനി ഏതൊക്കെ വിഷയങ്ങളിലാണ് ധാരണയിലെത്തിയിട്ടുള്ളത് കരാറിൻ്റെ ഭാഗമാകുന്നു എന്ന് അറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ റഷ്യൻ എണ്ണ മാത്രമായിരുന്നില്ല ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ചുങ്കമടക്കം ചുമത്താൻ അമേരിക്ക പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിന് അമേരിക്ക നേരത്തെ കാലങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്കടക്കം നികുതി ഇളവ് എന്ന ആവശ്യമായിരുന്നു. അതിനോട് ഇന്ത്യ വഴങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ട്രംപ് പ്രധാനമായും അവകാശപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് 50,000 കോടി രൂപയുടെ ഇത്തരത്തിൽ ഇറക്കുമതിക്ക് ഇന്ത്യ അനുമതി നൽകിയെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഇനി പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. അത് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും പ്രതികരണം വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതായാലും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. പകരം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പ്രഖ്യാപനം തീരുവ കുറച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് 18% കുറച്ചതിന് നന്ദി പറയുകയാണ് ഈ ഘട്ടത്തിൽ ഏതായാലും പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. രഞ്ജിത്ത്, ഇന്ത്യ US വ്യാപാര കരാർ നിലവിൽ വന്നു എന്ന അവകാശവാദവുമായി രംഗത്ത് വന്നത് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ ഏകപക്ഷീയമായി ഈ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ER രാഗേഷ് പങ്കുവച്ചത്. മുൻ കരസേനാ മേധാവി MM നരവനെയുടെ ഓർമ്മക്കുറിപ്പ് വീണ്ടും ചർച്ചയാക്കാൻ പ്രതിപക്ഷം. ചൈനയുടെ കടന്നുകയറ്റ ശ്രമത്തിനിടെ സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകാൻ തയ്യാറായില്ലെന്ന വിവാദ വെളിപ്പെടുത്തലിനെ ചൊല്ലി ലോക്സഭ ഇന്നലെ പ്രക്ഷുബ്ധമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പ്രതിഷേധിച്ചതോടെ
സഭ സ്തംഭിക്കുകയായിരുന്നു. രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, പ്രതിപക്ഷത്തിന് പുതിയ ഒരായുധം അത് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പുറത്തിറങ്ങാത്ത ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. എന്താണ് വിശദാംശങ്ങൾ? എന്താണ് സംഭവിച്ചത് അവിടെ? അതേ രഞ്ജിത്ത്, വലിയ ആയുധമാണ് പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സഭാ സമ്മേളനത്തിൽ വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ BJP അംഗം തേജസ്വി സൂര്യ കോൺഗ്രസിന് ദേശാഭിമാനമില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ ഉന്നയിച്ചത്. ഇതിന് മറുപടിയായാണ് രാഹുൽ ഗാന്ധി മുൻ കരസേനാ മേധാവി MM നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളിലെ ചില പരാമർശങ്ങൾ നടത്താൻ ശ്രമിച്ചത്. ആ ഓർമ്മക്കുറിപ്പുകൾ ഏതായാലും വലിയ വിവാദമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഗാൽവൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈനിക നടപടിക്ക് കൃത്യമായൊരു ഉത്തരം ഇന്ത്യയിലെ നേതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രിയെ വിളിച്ചിരുന്നു, വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ വിളിച്ചിരുന്നു, അജിത് ഡോവലിനെ തുടങ്ങിയവരൊക്കെ തന്നെ വിളിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ഏറെ വൈകി രാത്രി 10:40 തനിക്ക് രാജ്നാഥ് സിംഗിന്റെ മറുപടി എത്തി. സൈന്യത്തിന് ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാം എന്നൊരു പ്രതികരണമാണ് അന്ന് ലഭിച്ചത്. അത്തരമൊരു വിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഓർമ്മക്കുറിപ്പിലുള്ളത്. മറ്റൊന്ന്, ഈ കരസേനയിലെ നിലവിലെ പുതിയ റിക്രൂട്ട്മെന്റ് രീതി അടക്കമുള്ള കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഏതായാലും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതിനെ പക്ഷേ ഭരണപക്ഷം, പ്രത്യേകിച്ച് മന്ത്രിമാർ തന്നെ ഒന്നടങ്കം അതിനെ എതിർക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ചേർന്ന് വലിയ വിമർശനം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം നില ഉന്നയിച്ചതോടുകൂടി ലോക്സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകുകയായിരുന്നു. ഇന്നലെ 3 തവണയാണ് ഇത്തരത്തിൽ ലോക്സഭ തടസ്സപ്പെടുകയും ചെയ്തത്. ഏതായാലും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കാരവൻ മാഗസിൻ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ഉന്നയിക്കുന്നെങ്കിൽ സർക്കാർ പറയുന്ന വിശദീകരണം, കോൺഗ്രസ് പറയുന്നത് കള്ളമാണ്, നിലവിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്ന വാദമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന് വലിയ ആയുധമാണ് ഇക്കാര്യത്തിൽ കിട്ടിയിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ ചൈനീസ് കടന്നുകയറ്റം പലപ്പോഴായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ നെഞ്ചളവടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനമൊക്കെ തന്നെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇന്നും ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിരോധമുണ്ടാവും. അത് സഭാ നടപടികൾ തടസ്സപ്പെടുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 3 തവണയും അധികാരത്തിൽ വന്ന BJP സർക്കാരുകൾ മികച്ച നിലപാടുകൾ സ്വീകരിച്ചു. സംരംഭകരെയും കച്ചവടക്കാരെയും സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. GDP വളർച്ച ഇത് കാരണം എന്നും ഉയർന്ന നിലയിൽ തുടരുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. Indian economy grow at the fastest rate from among major large economies, not just 1 year, not just 2 years, now for steady 4 years. It is the stability point that I want to underline. Prime Minister's political stability, because he is in the 3rd term, yes, and also his understanding of how you respond to business has remained the same always. We have to be receptive, we have to enable, we have to remove we have to extend the red carpet but remove the red tape simultaneously, and ease of doing business. These are consistent policies. Tax certainty, bring stability for businesses, have been the core beliefs. It's almost a code for him, and that is why, remaining in his 3rd term, he has given the message of stability through this budget. ഇന്ത്യയുടെ ഡെഡ് എക്കോണമി എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് ധനമന്ത്രി ഇന്ന് രംഗത്ത് വന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിക്കുന്നത്. സർക്കാരിനെതിരെ തെളിവുകൾ മുന്നോട്ട് വെച്ച് ആരോപണം ഉന്നയിക്കണം. ഇന്ത്യ നല്ലൊരു പ്രതിപക്ഷ നേതാവിനെയും പാർട്ടിയെയുമാണ് അർഹിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. He doesn't keep good foundational data and then make his observation. I think on the dead economy comment, I'm not referring to anybody else, but being in India, being in the parliament, being the leader of the opposition, hearing all the questions being asked during question hours, replies being given, written, standing up, ministers say, that one comment in his haste, voicing the comment made by somebody else from outside. You are a member of the parliament, you are a leader of the opposition.
Are you saying you're living in a dead economy? That itself sort of pulls the carpet from under his feet. You need an opposition leader who speaks with data and with such heft that the government will have to answer you. Now, when you speak sometimes without any kind of basis, I want to respond to him, but what do I respond on? You're speaking out of thin air. India deserves a better opposition party. രൂപയുടെ മൂല്യത്തകർച്ചയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. RBI വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായും നിർമ്മലാ സീതാരാമൻ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. Economy suffering from high inflation, economy being fragile, and your rupee value also not in a good position makes it really hard and difficult for everybody. But one thing I can clearly say is economy is fine and fit. Your macroeconomic fundamentals are strong. And that's not to say, look, therefore are you being indifferent to rupee dollar exchange rate? I'm not indifferent. But I'll also look at it from the realistic challenges that we have to understand where rupee is finding itself now. Reserve Bank is closely monitoring. കേരളത്തെയും തമിഴ്നാടിനെയും അവഗണിച്ചുവെന്ന ആരോപണങ്ങൾ ധനമന്ത്രി തള്ളിക്കളഞ്ഞു. തമിഴ്നാടിന് അതിവേഗ ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട്. അപൂർവ ധാതു ഇടനാഴി കേരളത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേന്ദ്ര ഫണ്ടും കയ്യിൽ വെച്ച് എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും ധനമന്ത്രി ചോദിച്ചു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ ദീർഘമായ അഭിമുഖത്തിലായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. Superfast trains or the trains that we've announced, not bullet, but the high-speed trains are going to Chennai. They're getting connected to Hyderabad. They're getting connected to Bengaluru. In fact, I was reading somewhere that once this comes in, the travel time between Chennai to Bangalore will be 1 hour and 30 minutes or something like that. Is that not happening for Tamil Nadu? Now, Kerala and Tamil Nadu, both of them are election-bound states. Yes. Coconut trees there. Every farmer is going to get benefited because they can replace old trees which are not giving yield with fresh saplings. Coconut promotion doesn't benefit pole-bound Tamil Nadu, doesn't benefit pole-bound Kerala. The rare earth corridors, Yes. both Kerala and Tamil Nadu get it. Pole-bound states. Yes. In fact, if I can say, defense corridor is in Tamil Nadu. Now they get the second corridor, which is rare earth corridor. Are they suggesting that these are not activities which are going to benefit Tamil Nadu? I've taken the name and said. ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖമായിരുന്നു ഇത്. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്കാണ് നിർമ്മലാ സീതാരാമൻ ഈ അഭിമുഖം നൽകിയത്. മറ്റൊരു വാർത്ത പാകിസ്ഥാനിൽ നിന്നാണ്. അവിടെ ബലൂജി വിമോചന സേനയും പാകിസ്ഥാൻ സേനയും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. സ്ത്രീകളെ അടക്കം ചാവേറായി ഉപയോഗിച്ചാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം. 48 മണിക്കൂറിനിടെ 177 വിഘടനവാദികളെയാണ് പാക് സേന വധിച്ചത്. അതേസമയം BLAയുടെ ആക്രമണത്തിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50 പേർ കൊല്ലപ്പെട്ടു. 18 മാസത്തെ അടച്ചുപൂട്ടലിന് ശേഷം ഗസയ്ക്കും ഈജിപ്തിനുമിടയിലുള്ള റാഫ അതിർത്തി പലസ്തീനികൾക്കായി ഭാഗികമായി വീണ്ടും തുറന്നു. മടങ്ങിയെത്തുന്നവർക്കുള്ള നിയന്ത്രണവും ശക്തമാക്കി. ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് പ്രവേശിക്കുന്നവർക്കായി ക്രോസിംഗിന് പുറത്ത് ഇസ്രായേൽ സൈന്യം റഗാവീം എന്ന പേരിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പേരിനെ ചൊല്ലിയും വിവാദം ഉയരുന്നുണ്ട്. കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തനിക്ക് മത്സരിക്കാൻ മൂടില്ല എന്നും മുരളീധരൻ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഗുരുവായൂരിൽ മത്സരിക്കില്ലെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുരുവായൂർ ലീഗിൻ്റെ സീറ്റാണ്. ഗുരുവായൂർ കോൺഗ്രസ് ഏറ്റെടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ ലീഗിന് നൽകാൻ വേറെ സീറ്റില്ല.
ഗുരുവായൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന തൃശൂർ DCCയുടെ ആവേശത്തിനിടയിലാണ് കെ മുരളീധരന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കെ മുരളീധരൻ. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. പക്ഷെ താങ്കൾ അന്ന് പാർട്ടിയിൽ ഉന്നയിച്ച പരാതികളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞാൻ പിന്നീട് പരാതി ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെന്ന് നിന്ന് പരാജയപ്പെട്ടു. പിന്നെ നമ്മളെന്തിനാരെയും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ തീരുമാനമല്ലേ. പക്ഷെ ഒരു അന്വേഷണം വന്നിരുന്നുവല്ലോ. അന്വേഷണം പാർട്ടി നടത്തിയതാണ്. ഞാൻ പിന്നെ അന്വേഷണ കമ്മീഷൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീ KC ജോസഫിനെ പോലത്തെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ ഒന്ന് ഒരു തെളിവെടുപ്പിന് ഒന്ന് വരണം, ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരോട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആശയമില്ല, എനിക്ക് പരാതി ആരെക്കുറിച്ചുമില്ല. പക്ഷേ എല്ലാവരും ജനത്തിനറിയാം, അവർ തീരുമാനിച്ചോട്ടെ കാര്യങ്ങൾ. ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്? അതെ, വിജയൻ്റെ ഘട്ടന ആരാന്ന് ജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പറഞ്ഞ അതാണ്, പാർട്ടി വിട്ടുപോയവർ ഒരിക്കലും പാർട്ടിയുടെ ശത്രുക്കളല്ല. കാരണം അവർക്ക് നമുക്ക് മനസ്സിലായി ഇയാൾ പാർട്ടിയിലില്ല, പിന്നെ അവരെന്ത് പറഞ്ഞാലും ആരും ജനം വകവയ്ക്കില്ല. പക്ഷേ കൂടെ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടായിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരു 5-6 സീറ്റ്, ഒരു 30 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഒരു 10 സീറ്റും കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ 20 കിട്ടിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഒരു ശരിയല്ലാത്ത രീതി. അപ്പോൾ ഞാനതൊക്കെ അതുകൊണ്ടാക്കിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മത്സരിക്കാനുള്ള മൂടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചില ശക്തികൾ പാർട്ടിക്കകത്തുണ്ട്. അത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട്. ഇപ്പോൾ CPM-ലും ഉണ്ട്. അവർ മോശക്കാരെന്നല്ല, ഇപ്പോൾ അവരുടെ കേഡർ സിസ്റ്റമൊക്കെ പോയി. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം, പക്ഷെ മത്സരിക്കാൻ മൂടില്ല. അത് തൃശ്ശൂർ താങ്കളുടെ ഭാഗ്യ ജില്ല അല്ല എന്ന് പറഞ്ഞു. തൃശ്ശൂരിലേക്കാണ് ഇനി പാർട്ടി നിയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ നോക്കുക, അങ്ങനെയാണെങ്കിൽ പോകാൻ തയ്യാറാണ്. ഗുരുവായൂർ എനിക്ക് ഈ ഞാൻ പരാജയപ്പെട്ട 2 ലോക്സഭാ ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത് നിയോജകമണ്ഡലമാണ്. പക്ഷെ അതിപ്പോൾ ഘടകകക്ഷിയുടെ കയ്യിലാണ്. ഗുരുവായൂർ സീറ്റ് ഘടകകക്ഷിയുടെ കയ്യിലാണ്. കാരണം ആ സീറ്റ് അല്ലെങ്കിൽ അവർക്ക് തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കാൻ സീറ്റില്ല. ഇപ്പോൾ 1980 കോൺഗ്രസ് പിളർന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഇലക്ഷനിൽ അന്ന് CH കെ കരുണാകരനോട് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞതാണ്, സാറ് ഇവിടെ വേണമെങ്കിൽ മത്സരിച്ചോളൂ, കാരണം മാളയിലെ കോൺഗ്രസ് നിന്ന് പോയ നേതാക്കന്മാരൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ടഫായിരിക്കും, അതുകൊണ്ട് മത്സരിച്ചോളാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം 2 കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അവിടുത്തെ MLA എന്ന BV സീതി തങ്ങൾ, അദ്ദേഹം ലീഗിൻ്റെ MLA. ഒന്ന്, തങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല, തങ്ങൾക്ക് ഇനിയും ഒരു ഫ്യൂച്ചറുള്ള ആളാണ്, തങ്ങൾ നിൽക്കട്ടെ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ എൻ്റെ പിതാവിന് ചില താല്പര്യമുള്ള ചില ലീഗുകാരുണ്ട്, അവരോട് അദ്ദേഹം കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട്. 77 ചാക്കേരി അഹമ്മദ് കുട്ടിയെ സ്പീക്കറാക്കിയത് അങ്ങനെയാണ്, പിന്നെ സീതി ആജിനെ വിപ്പാക്കിയതും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു സീതി തങ്ങൾ മത്സരിക്കട്ടെ. 2, ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂർ വിട്ടുകൊടുത്താൽ നിങ്ങൾക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് തരാൻ തൃശ്ശൂർ ജില്ലയിൽ കുറവാണ്, സാധ്യതയില്ല, അതുകൊണ്ട് നിങ്ങളവിടെ മത്സരിച്ചോളൂ, എനിക്കിതൊന്നും കുഴപ്പമില്ല, മാള എൻ്റെ വീടാണ്, ഞാനവിടെ ഫൈറ്റ് ചെയ്തോളാം. അങ്ങനെ ഒരു പക്ഷേ ലീഗിനോട് അന്ന് കെ കരുണാകരനുള്ള സ്നേഹം അതിപ്പോൾ ലീഗിന് താങ്കളോടുണ്ട്. താങ്കൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ വേണമെങ്കിൽ അവർ വിട്ടുതരും. അല്ല, അവർക്ക് വിട്ടു തന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് കൊടുക്കണ്ടേ? 2 കാര്യമുണ്ട്. ഒന്ന്, ഗുരുവായൂർ അല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റ് വേറെയില്ല തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. മാത്രമല്ല, അവർ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്ന പല പേരുകാരും കഴിഞ്ഞ ലോക്സഭയിൽ എനിക്ക് വേണ്ടി സജീവമായിട്ട് ഫീൽഡ് ഉണ്ടായിരുന്നവരാണ്. എനിക്ക് കോൺഗ്രസ്സുകാരും നന്നായിട്ട് സഹകരിച്ചു, എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ അതിനേക്കാൾ ഇരട്ടി ആവേശത്തിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവർക്ക് ഞാൻ കാരണം ഒരു സ്ഥാനം ഇല്ലാതാവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഗുരുവായൂരിൻ്റെ കാര്യം. അല്ലാതെ ഗുരുവായൂർ തീർച്ചയായിട്ടും എനിക്ക് എന്നും അനുഗ്രഹം നൽകിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ വേണ്ട അല്ലേ? അത് ഞാൻ പറയാൻ കഴിഞ്ഞതാണ്, അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ സീറ്റില്ല. പിന്നെ കൊടുക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് അല്ലെങ്കിൽ ആകെ 4 സീറ്റിലെ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ അത് വീണ്ടും 3 ആയാൽ പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച. പക്ഷെ അതേസമയം തിരുവമ്പാടി വേണമെങ്കിൽ ലീഗിന് താങ്കൾക്ക് വിട്ടുതരാൻ വേണമെങ്കിൽ അല്ലേ? അല്ല, ഞാൻ തിരുവമ്പാടിയിൽ താങ്കൾക്ക് വേണ്ടി പോസ്റ്ററുമുണ്ട്. അതുണ്ട്, അത് പോസ്റ്റർ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കല്യാശ്ശേരിയിലും ഇവിടെയും മാത്രമേ ഇല്ലാത്തുള്ളൂ, മറ്റേ പയ്യന്നൂരും മാത്രം, ബാക്കി എല്ലായിടത്തും പോസ്റ്ററുണ്ട്. പക്ഷേ പോസ്റ്റർ നോക്കിയിട്ടല്ലല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക, അത് അവരാഗ്രഹമായിരിക്കും, പാർട്ടി പ്രവർത്തകർ ആഗ്രഹമായിരിക്കും ഞാൻ മത്സരിക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. തിരുവമ്പാടി എന്തുകൊണ്ട് വേണ്ട എന്ന്? അല്ല, ഞാൻ വേണ്ടാന്നല്ലല്ലോ പറഞ്ഞു. ഇപ്പോൾ ആ സീറ്റ് ലീഗിൻ്റെ കയ്യിലുള്ള സീറ്റായതുകൊണ്ട്
ലീഗ് ഏതൊക്കെ സീറ്റുകളാണ് കോൺഗ്രസ്സിന് വെച്ച് മാറുക എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ചർച്ച നടക്കുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു, ഇപ്പം ചാടി കയറിയ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം മത്സരിക്കണമെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് ഏത് സീറ്റിൻ്റെ കാര്യം പക്ഷെ ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ശക്തമായിട്ട് ത്രികോണ മത്സരമാണ്. ഇപ്പോൾ മറ്റ് ജില്ലകളിൽ LDF വിരുദ്ധ വികാരം UDFനാണ് കിട്ടുക. തിരുവനന്തപുരത്ത് അത് ഷെയർ ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയുടെ ചുമതല ഞാൻ വഹിച്ചോളാം, മത്സരിക്കണമെന്നല്ല, ചുമതല ഞാൻ വഹിച്ചോളാം എന്ന് പറയാൻ കാരണം പാർട്ടി തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, അത് പാർട്ടി തീരുമാനിക്കണം. അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി തീരുമാനിക്കണം. കെ മുരളീധരനാണ് മഞ്ജുഷ് ഗോപാലുമായി സംസാരിച്ചത്. മറ്റു വാർത്ത, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും തനിക്ക് പങ്കില്ലെന്ന് കാട്ടിയാണ് തന്ത്രി ജാമ്യ ഹർജി സമർപ്പിച്ചത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി 4-ാം തീയതിയാകും പരിഗണിക്കാം. വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഈ SITയുടെയൊക്കെ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് തുടർച്ചയായി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സമാനമായി തന്നെ മറ്റു പ്രതികൾക്കും അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് തുടർച്ചയായ ജാമ്യ ഹർജികൾ പരിഗണിക്കാൻ അല്ലെങ്കിൽ സമർപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം ഇനി? തീർച്ചയായും രഞ്ജിത്ത്, SITയുടെ ഈ ഒരു മെല്ലപ്പോക്ക് സമീപനം, അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കാനുണ്ടാകുന്ന ഈ ഒരു കാലതാമസമാണ് ഏറ്റവും കൂടുതൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ ഉള്ള ഏറ്റവും വലിയൊരു സാധ്യതയിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, 3 പേർക്ക് ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങിയിരുന്നു. ഈ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമാണ് തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കുക. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി വിശദമായ വാദം കേട്ടതിനു ശേഷമാകും വിധി പറയാൻ മാറ്റുക. അറസ്റ്റിലായതിനു ശേഷം ഇതുവരെ 2 തവണ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും കേസിന് ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ സ്വഭാവമുണ്ടെന്നും കൂട്ടുപ്രതികളുടെ സാധ്യത നിലനിൽക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി അന്ന് ജാമ്യം നിഷേധിച്ചത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പ്രതികളാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യം ജാമ്യം ലഭിക്കുകയും എന്നാൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിട്ടുണ്ട്. അത് ബുധനാഴ്ചയാകും അത് പരിഗണിക്കുക. SIT ഇതുവരെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ജാമ്യം ലഭ്യമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വിനീഷ് വിവരങ്ങൾ പങ്കുവച്ചു. കോട്ടയം മുണ്ടക്കയത്ത് ഓടിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചു. മധുരയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ബസ് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. വലിയൊരു ദുരന്തമുണ്ടാകേണ്ട സാഹചര്യമായിരുന്നു അല്ലേ? ഭയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഈ പുലർച്ചെ ഒരു 4 മണിയോട് കൂടിയായിരുന്നു മധുരയിൽ നിന്ന് എറണാകുളത്തേക്കായിരുന്നു ഈ ബസ് പോയിക്കൊണ്ടിരുന്നത്. കോട്ടയം സ്വദേശികളുടെ മോക്ഷ എന്ന ടൂറിസ്റ്റ് ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മുണ്ടക്കയം ടൗണിലെത്തിയപ്പോൾ ഈ ബസ്സിന് തീ പിടിക്കുകയായിരുന്നു. ഇത് കണ്ട പുകയും മറ്റും ഉയർന്നത് കണ്ട ഉടൻ തന്നെ ഉറങ്ങുകയായിരുന്ന യാത്രക്കാരെയും മറ്റും ഉണർത്തി എല്ലാവരെയും പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. പക്ഷേ ഈ ബസ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുകൊണ്ട് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 45 യാത്രക്കാരായിരുന്നു, അതായത് ബസ് നിറയെ സീറ്റ് നിറയെയുള്ള യാത്രക്കാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അപകടമൊഴിഞ്ഞൊരു വലിയൊരു ദുരന്തമൊഴിഞ്ഞൊരു ആശ്വാസത്തിലാണ് ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരുമെല്ലാം. ഈ യാത്രക്കാരൊക്കെ ഒരു നോർമൽ പെട്ടെന്നൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരിഭ്രാന്തരാകും. അത് ഇത്ര വലിയ അപകടമാണ്, അവരൊക്കെ ഒരു നോർമൽ നിലയിലേക്ക് എത്തിയോ? എന്താണ് അവരുടെ അവസ്ഥ? രഞ്ജിത്ത്, എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആർക്കും അങ്ങനെ പൊള്ളല് പോലും ഏറ്റിട്ടില്ല. ഈ ഉണ്ടായ ഉടൻ തന്നെ വളരെ വേഗത്തിൽ തീ പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ, പുകയൊക്കെ ഉണ്ടായ ഉടൻ തന്നെ ജീവനക്കാർ ഇടപെട്ട് ഇവരെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലുണ്ടായി എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അപകടം ഒന്നുമില്ല, അതായത് മറ്റു പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഏതാണ്ട് പുലർച്ചെ 4 മണി സമയമാണ്
മധുരയിൽ നിന്നുള്ള യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇവർ എല്ലാവരും തന്നെ വലിയ ആശ്വാസത്തിലാണ്. ജി ശ്രീത്താണ് വിവരങ്ങൾ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തിൽ ഇനി അത്യാവശ്യമായി വേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുക എന്നുള്ളതാണ്. റോയിയുടെ മരണസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിലുണ്ടായിരുന്ന ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരെയും ചോദ്യം ചെയ്യും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. റോയിയുടെ ഓഫീസ് പരിസരത്തെ CCTV ക്യാമറകൾ ഓഫാക്കിയതിലും അന്വേഷണമുണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ പരിശോധന നടത്തും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പരിശോധന ഉണ്ടാകും. റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് പുറത്തുവരും. കൂടുതൽ വാർത്തകളുണ്ട്. മലപ്പുറം തിരുനാവായയിലും തവനൂരിലുമായി നടക്കുന്ന മഹാമാഘത്തിന് ഇന്ന് സമാപനം. മകം നക്ഷത്രം, ദ്വിതീയ തിഥി എന്നീ യോഗങ്ങളിലൂടെയാണ് മഹാമാഘത്തിന് സമാപനം കുറിക്കുക. സമാപന ദിനത്തിലെ പ്രധാന ആചാരമായി മാഘമകം അമൃതസ്നാനം രാവിലെ 8 മണിക്ക് ആരതിഘാട്ടിൽ നടക്കും. മഹാമാഘ മഹോത്സവത്തിലെ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിലൊന്നായ അമൃതസ്നാനത്തിൽ നാഗസന്യാസി വര്യന്മാർ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കും. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കുചേരും. അമൃതസ്നാനത്തിന് ശേഷം യതിപൂജ നടക്കും. തുടർന്ന് ഭണ്ഡാര എന്ന വിശിഷ്ട ആചാരവും നടക്കും. മാഘമകം, അമൃതസ്നാനം, യതിപൂജ, ഭണ്ഡാര, വൈകിട്ട് നടക്കുന്ന ഇളാരതി എന്നീ ചടങ്ങുകളോടെയാണ് ഔദ്യോഗികമായി ആഘോഷം സമാപിക്കുന്നത്. തിരുനാവായ മഹാമാഘത്തെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രി വലിയ തെറ്റാണ് ഇക്കാര്യത്തിൽ ചെയ്തത്. സ്നാനത്തിൽ പങ്കെടുക്കാൻ വരുന്നവരോട് അനാദരവാണ് സർക്കാർ കാണിച്ചത്. ഭരണപക്ഷവും പ്രതിപക്ഷവും സനാതനധർമ്മത്തെ അവഗണിച്ചു. എല്ലായിടത്തും പോകുന്ന VD സതീശൻ എന്താണ് മഹാമാഘത്തെ അവഗണിച്ചത്? സംസ്ഥാന സർക്കാരിൻ്റെ നടപടി ജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവർ തിരുനാവായിൽ മഹാമാഘമോത്സവത്തിന് പങ്കെടുത്താൻ എത്തിയതാണ്. മഹാമാഘ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമാണ്. എങ്ങനെയാണ് ഇതിന് ആദ്യം വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലെ മഹാകുംഭമേള പോലെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളെ ഗവൺമെൻറ് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇവിടെ എത്തിക്കാമായിരുന്നു. അതെന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ആദ്യഘട്ടം മുതൽ തന്നെ സന്യാസി വര്യന്മാർ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ വരികയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും കേരളത്തിലെ വകുപ്പ് മന്ത്രിമാരെ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അപ്പോയിൻമെൻറ്റ് പോലും എടുക്കാൻ പറ്റാതെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ അവർ കണ്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഖേദകരവുമാണ്, ലജ്ജാകരവുമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മഹോത്സവത്തിൽ ഓരോ ദിവസവും 1 ലക്ഷത്തിനും അതുപോലെ തന്നെ 2 ലക്ഷത്തിനും വരെ ഇടയിൽ ആളുകൾ വന്ന് ഒഴുകിയിറങ്ങി വരുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടായി. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ വലിയ തെറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം ഒന്നുകിൽ ക്ഷേത്രഭരണം, വിശ്വാസികളുടെ കാര്യങ്ങൾ അത് വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കുക, ഭരണകൂടം മാറി നിൽക്കുക എന്നുള്ള ചർച്ചയോ ചിന്തയോ തീരുമാനമോ എടുത്തിരുന്നുവെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് പുഷ്പം പോലെ പൊന്നുപോലെ നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുമുണ്ട്, ജനബാഹുല്യവുമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു സാഹചര്യമല്ലല്ലോ. ജനാധിപത്യത്തിലൂടെയാണല്ലോ നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ സനാതന സംസ്കൃതിയിൽ വിശ്വസിക്കുന്ന ആളുകളോട് കടുത്ത അലംഭാവമാണ് ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറിയ ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ ചെയ്യാൻ പോലും കേരള ഗവൺമെൻറ് തയ്യാറായില്ല. മഹാകുംഭമേളയിൽ നമ്മൾ കണ്ടത് പ്രയാഗ്രാജിൽ ഏതാണ്ട് ഒരു വലിയ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി അവിടെ മുന്നോട്ട് പോയപ്പോൾ 70,000 കോടി രൂപ നമുക്കവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? 3 ലക്ഷം കോടിയിൽ പരം വരുന്ന തുകയാണ് അവിടെ വന്ന ഈ മേള സന്ദർശിക്കാൻ വന്ന ആളുകൾ, സ്നാനം ചെയ്യാൻ വന്ന ആളുകൾ അവർ ആ നാട്ടിൽ നിക്ഷേപിച്ചിട്ട് പോയത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമാകുമായിരുന്നു. നമുക്ക് ഒരു വലിയ സാധ്യത തുറന്നു കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ മഹാവിഷ്ണുവും പരമശിവനും ബ്രഹ്മാവും ഒരുമിച്ച് ചേരുന്ന സംഗമസ്ഥാനമായിട്ടുള്ള ഈ തിരുനാവായിലെ നവാമുകുന്ദ ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലും നിളാ നദിക്കരയിലും
അതായത് ഭാരതത്തിലെ തന്നെ ഗംഗയാണ്, സൗത്ത് ഇന്ത്യയിലെ ഗംഗയാണ് ഭാരതപ്പുഴ എന്നാണ് പറയപ്പെടുന്നതും നമ്മൾ ആചരിക്കപ്പെടുന്നതും. ആ നിളാ നദിക്കരയിൽ നടക്കുന്ന ഈ പൂർണ്ണമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ഈ സ്നാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ലക്ഷക്കണക്കിന് ആളുകളോട് അനാദരമാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. ജനം ഇതിന് ഒരു ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു റിയാക്ഷൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അസാന്നിധ്യം, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും പല രാഷ്ട്രീയ നേതാക്കളുടെ അസാന്നിധ്യം ഇവിടെ വളരെ ശ്രദ്ധേയമല്ലേ? BJP അല്ലാതെ മറ്റാരും ഇവിടെ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല ഇതൊരു BJPയുടെ പരിപാടി എന്ന നിലയ്ക്കാണ് പലരും ഇതിനെ വിലയിരുത്തി മാറി നിൽക്കുന്നത്. അങ്ങനെ കരുതാൻ മതി. കാരണം ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും, അതായത് മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, എല്ലാ വ്യക്തിക്കും അവൻ്റെ മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ പ്രത്യേകമായിട്ട് സനാതന ധർമ്മത്തോട് മാത്രം ഈ വെല്ലുവിളി എന്തുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്നത് എന്നുള്ള ചോദ്യം ഈ മഹാമേളയ്ക്ക് ശേഷം, മഹാമാഘത്തിനു ശേഷം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ശ്രീമാൻ VD സതീശൻ എന്തുകൊണ്ടാണ് മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്? അപ്പോൾ കാവി, സർവസംഘ പരിത്യാഗത്തിൻ്റെ നിറമാണ് കാവി. സന്യാസം എന്ന് പറയുന്നത് ഒന്നും വേണ്ടാത്തവരുടേതാണ്. അതായത് ഹൃദയത്തിന് വലിയ ത്യാഗികളുടെ മനസ്സുള്ളവർക്ക് മാത്രമേ സന്യാസം സ്വീകരിക്കാൻ സാധിക്കൂ. നമ്മുടെ ഈ കാലടിയിൽ നിന്നാണ് ആദിശങ്കരൻ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് ഈ രാജ്യം മുഴുവൻ മഠങ്ങൾ സ്ഥാപിച്ചത്. അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്തു പോയി രാജ്യം മുഴുവൻ മഠങ്ങൾ സ്ഥാപിച്ച് ലോകം ഈ വലിയ പ്രവാചകനായിട്ട്, വലിയ സിദ്ധാന്തത്തിൻ്റെ ആളായിട്ട് ഇന്നും ആ എന്താണ് പ്രവാചകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മതപണ്ഡിതൻ എന്ന് പറയുന്നത്, എന്താണ് ഈശ്വരീയമായിട്ടുള്ള സന്യാസി എന്ന് പറയുന്നത്, എല്ലാം ഒന്നാണ്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള വാക്കുകൾ. അത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ എന്ന് പറയും. എന്നാൽ എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്നാണ്. അപ്പോൾ ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനസാമാന്യം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഈ കാവിയുടുത്ത കാവി നിറത്തെ കാണുമ്പോൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത അതിനെ അവർ ഭയപ്പാടോടുകൂടി കാണുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഭയപ്പെട്ടത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് അവരുടെ മതവും നിങ്ങൾക്ക് നിങ്ങളുടെ മതവും എന്ന് കരുതിക്കൊണ്ട് സ്വന്തം വീടിൻ്റെ വാതിലുകൾ ഇവിടുത്തെ സന്യാസിമാർക്കും അതുപോലെ തന്നെ ഈ മേളയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും, മഹാമാഘത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാറ് പാർക്ക് ചെയ്യൂ, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം കലക്കി തരണോ എന്ന് ചോദിക്കുന്ന വലിയ ബഹുസ്വരതയുടെ നാടായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എന്നാൽ ശരിയാണ്, എപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും അവരുടെ ചില ഭീകരവാദ സംഘടനകളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അതിൽ മത്സരം നടത്തുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും. അതുകൊണ്ടാണ് ഈ മഹാമാഘത്തെ അവർ തിരസ്കരിച്ചത്. അത് തീർച്ചയായിട്ടും വിവേകമതികളായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കും. കലക്ടർ പോലും അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു സ്ഥലത്താണ് ആളുകൾ അങ്ങോട്ട് ഇറങ്ങി. അവർ സ്വയം പാലമുണ്ടാക്കി, അവർ സ്വയം ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. ഇന്ന് ദിവസങ്ങളോളം 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ ആളുകൾ ഇവിടെ സേവനം ചെയ്യുകയാണ്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ എത്രയോ ആളുകൾ വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്ന് സർവീസ് നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. അത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു മഹാമാഘത്തിന്റെ പ്രതിഫലനം ഹിന്ദു സമൂഹത്തിൽ എങ്ങനെയായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അവർ കൂടുതൽ നവാമുകുന്ദനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവർ ഭാരതപ്പുഴയെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഭാഗീരഥിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഹിമാലയവും നമ്മുടെ ഈ തെക്കൻ കേരളവും നമ്മുടെ ഈ കൊച്ചു കേരളവും ഒരു രാജ്യത്തിൻ്റെ ആസേതു ഹിമാചലം വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ഭാരതം എന്ന് പറയുന്ന അമ്മയുടെ സർവ്വസങ്കല്പങ്ങളെക്കുറിച്ചും അവരുടെ മനസ്സിനകത്തേക്ക് കൂടുതൽ ഉയർന്നു വരും. ഞങ്ങളൊക്കെ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അത് സർവേഭി സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖം ആപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകമാണ്. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ ദിനം തുടങ്ങുന്ന അങ്ങനെയുള്ള മന്ത്രാക്ഷരങ്ങളിലൂടെ ഒരു വലിയ മഹാസാഗരമായിട്ട് മനുഷ്യർ ഇവിടെ ഒഴുകി നീങ്ങുകയാണ് എന്നുള്ളതാണ്. അടുത്ത വർഷം ഉണ്ടാവും. അതിനടുത്ത മഹാകുംഭമേള നടക്കാൻ പോകുന്നു. ഇത് തന്ത്രവിദ്യ പ്രകാരവും ആചാര അനുഷ്ഠാന ക്രമപ്രകാരവും സന്യാസി ശ്രേഷ്ഠന്മാർ അവർക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുക. ഇതുതന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരു കാലത്ത് നിർത്തലാക്കപ്പെട്ടതാണ്. കാരണം ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് നമുക്കറിയാം, അത് 270 വർഷത്തിന് ശേഷമാണിപ്പോൾ ഈ നവാമുകുന്ദൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ വിധിപ്രകാരം അതിൻ്റെ മറ്റു കാര്യകാരണങ്ങളെക്കുറിച്ച് കൂടുതൽ
ആധികാരികതയോടുകൂടി പറയാൻ സാധിക്കുക തന്ത്രി മുഖ്യന്മാർക്കും സന്യാസി ശക്തന്മാർക്കുമായിരിക്കും. സംസ്ഥാനം ഇതിനെ അവഗണിക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ കേന്ദ്രത്തിന് ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാനും ഇവിടെ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമം നടക്കും. അല്ല, ഇത് കേന്ദ്രത്തിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ് വ്യവഹരിക്കുന്നു എന്നുള്ളത് ചർച്ചയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉംറയ്ക്ക് പോവുക അല്ലെങ്കിൽ ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് പോലെ മഹാസ്നാനങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു ഹിന്ദു മതവിശ്വാസിയുടെ ആഗ്രഹമാണ്, ചിന്തയാണ്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മറ്റു മതസ്ഥർ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ശബരിമലയിലെ കൊള്ള നടത്തിയ ആളുകളെ പോലെ ആ കേസ് ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അത് പ്രകമ്പനം സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഈ മഹാമാഗ തിരസ്കരണം ഉണ്ടല്ലോ, അത് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും തിരസ്കരണം അത് ചർച്ചയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മഹാമാഘം വിശ്വാസികളുടെയാണെങ്കിലും ഈ ഒരു തിരസ്കരണം അത് രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അഖിലൂട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തിരുനാവായ മഹാമാഘവേദിയിലെത്തി സൂഫി വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികൾ. സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രതിനിധികളാണ് ആനന്ദവനം ഭാരതി മഹാരാജുമായി കൂടിക്കാഴ്ച നടത്തിയത്. സൂഫി പാരമ്പര്യം ഭാരതീയ ഋഷി പാരമ്പര്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അനിൽ ഹക്കും അഹം ബ്രഹ്മാസ്മിയും ഒക്കെ ഒരേ അർത്ഥമാണ് പകർന്നു തരുന്നതെന്നും കൂടിക്കാഴ്ചയിൽ ആനന്ദവനം ഭാരതി മഹാരാജയും സൂഫി ഇസ്ലാമിക് ബോർഡ് ഭാരവാഹികളും പറഞ്ഞു. മഹാമഹത്തിലേക്ക് പല മതവിഭാഗങ്ങളിൽ നിന്നും വിശ്വാസധാരകളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് ഇപ്പോൾ മഹാമണ്ഡലേശ്വരം ആനന്ദി ഭാരതിയെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാം ഒന്നാണെന്ന് തെളിയിക്കുന്നതാണല്ലോ അല്ലേ ഇതൊക്കെ? തീർച്ചയായിട്ടും ഭാരതിരാജ ആനന്ദവനം ഗുരുജിയുമായിട്ട് വളരെ മുന്നേ ഉള്ള ബന്ധമാണ്. അദ്ദേഹം ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ജൂന അഖാഡയിലെ നാഗസന്യാസ സമൂഹത്തിൻ്റെ ഗുരു കൂടിയാണ്. കേരളീയനാണെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി വേദികൾ പങ്കിടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. പേര് PMA സലാം സ്ലിയാർ. അദ്ദേഹം സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള ജിഫ്രി തങ്ങൾ, അദ്ദേഹവും സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. പിന്നെ സാബ്ര ഹസനി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹം ഇതിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഫസലാണ്. ഇപ്പോൾ സൂഫി ഇസ്ലാമിക് ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സൂഫി സമ്പ്രദായത്തിലുള്ളവർ തീർച്ചയായിട്ടും മഹമഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭാരതീയതയാണത്. കാരണം ഏകം സദ്വിപ്ര ബഹുദാവദന്തി എന്നുള്ള കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റേത്. വിഭിന്നമാണെങ്കിലും പുഴ ഒഴുകും പോലെ ആ ഒഴുകുന്ന പുഴയിൽ സർവ്വതും ഒഴുകിപ്പോകുമ്പോഴും ജലം സ്വച്ഛമായും സുന്ദരമായിട്ടും എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇന്ത്യയിലെ എല്ലാ പുഴകളും സമ്മേളിക്കുന്നതും ആ ത്രിവേണി സംഗമം പോലെ അത് നിലനിൽക്കുന്നതുമായ ഒരു മഹാ ചൈതന്യമുള്ള പുഴയാണ്. നവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് തന്നെ 250ഓളം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ഒത്തുകൂടലുണ്ടായത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇത് ലോകം മൊത്തം അറിയണം. ലോകത്തിലുള്ള എല്ലാ വിഭാഗവും ഇത് ഉൾക്കൊള്ളണം. ഇവിടെ ജാതി, മതം, വർഗം, വർണ്ണം, ഭാഷ, ദേശം, ചിന്താഗതി അതൊക്കെ മാറ്റിവെച്ചിട്ട് നാം ഒന്നാകുന്നു, വസുദൈവ കുടുംബകം എന്ന ആ വലിയ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് സൂഫികളുടേത്. സൂഫികൾ എപ്പോഴും അതീതമായി ചിന്തിക്കുന്നവരാണ്. മതാന്ധമായി ജീവിക്കുന്നവരോ മതതീവ്രതയ്ക്ക് പ്രാധാന്യം നൽകുന്നവരോ അല്ല. അതുകൊണ്ട് തന്നെ മതാതീതമായ ആ കാഴ്ചപ്പാടിന് ഭാരതത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് സൂഫികൾ. അതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാനുള്ള പ്രധാന കാരണം. മഹാമഹത്തിൻ്റെ മതങ്ങൾക്ക് അപ്പുറത്തുള്ള വലിയൊരു സന്ദേശം പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. ആനന്ദി ഭാരതിയെ കാണുവാനുള്ള ഒരു ഒരുക്കത്തിലാണ്, അതിൻ്റെ തിരക്കിലുമാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് കൊടിയത്തൂരിൽ സ്വകാര്യ ബസ്സിന് മുന്നിലേക്ക് നടന്നു നീങ്ങിയ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കുട്ടി നടന്നു വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് വശത്തേക്ക് തിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് തയ്യിൽ ബസ്സിൻ്റെ ഡ്രൈവറായ ഷിനോജ് പറഞ്ഞു. കുട്ടി ബസ്സിനടിയിൽ പെട്ടുവെന്നായിരുന്നു ഒരു നിമിഷം താനും കരുതിയത്. സ്വന്തം കുഞ്ഞായിരുന്നു ആ നിമിഷം മനസ്സിലെന്നും ഷിനോജ് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ബസ്സിൽ നിന്നും ഇറങ്ങിയ ഷിനോജ് 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് ബസ്സിൽ തിരികെ കയറിയത്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കത്തിപ്പടരുന്നത്. ആ വീഡിയോ കാണുമ്പോഴും ആ വീഡിയോയിൽ കാണുന്ന ഡ്രൈവറുടെ മനസാന്നിധ്യത്തെ വലിയ തോതിലാണ് ആളുകൾ അഭിനന്ദിക്കുന്നത്. എന്തായാലും ആ ഡ്രൈവർ നമ്മോടൊപ്പമുണ്ട്. ഷിനോജ് എന്നാണ് പേര്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആ ഒരു വീഡിയോ കാണുമ്പോൾ ആളുകൾ അങ്ങ് വിറച്ചു പോവുകയാണ്, പക്ഷേ ഒരു വലിയ ആശ്വാസം തോന്നുന്നത് കഴിയുമ്പോൾ. എന്താ വെച്ചാൽ ഞാൻ റണ്ണിങ്ങിൽ ഓട്ടോറിക്ഷ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങി ഒരു കുട്ടി ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് ഓടി. അങ്ങനെ
ഞാൻ പെട്ടെന്ന് ഓട്ടോറിക്ഷ കഴിഞ്ഞ പിന്നെ കുട്ടീനെ കാണണേ, ഞാൻ ചവിട്ടി വണ്ടി വലത്തോട് വെട്ടിച്ച് എന്തോ ഭാഗത്തിന് കുട്ടി രക്ഷപ്പെട്ട് അടി കുടുങ്ങാതെ. അത് കോടിയത്തൂർ. ഞാൻ അധികം ദൂരമല്ല, ഗ്യാപ്പില്ല, പെട്ടെന്ന് കണ്ടതാ. പെട്ടെന്ന് ഇത് ചെറിയ കുഞ്ഞല്ലേ, അത് ഓട്ടോറിക്ഷൻ്റെ അവിടെ നിന്ന് മറി കിടക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. നല്ല സ്പീഡിലാണ് കുഞ്ഞ് ഓടിയത്. അപ്പുറത്ത് അതിന് അമ്മ ഇപ്പം നിൽക്കുന്നുണ്ടായിരുന്നു, അമ്മേൻ്റെ അടുത്തേക്ക് ഓടിയതാണ്. പക്ഷെ അത് എന്തോ ഭാഗത്തിന് കണ്ടു, വലത്തോട്ട് വെട്ടിച്ച് ചവിട്ടി നിർത്തി രക്ഷപ്പെട്ടു. വെട്ടിക്കല്ല രക്ഷയല്ല, പെട്ടെന്ന് മനസ്സിൽ എൻ്റെ കുഞ്ഞിനെ ഓർമ്മ വന്നത്. കാരണം എനിക്ക് അതേമാതിരി ചെറിയ കുഞ്ഞുണ്ട്, 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ അത് ഓർമ്മ മനസ്സിൽ വന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ച അടി കുടുങ്ങിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗ്ലാസ് കൂടെ കണ്ടു റിട്ടേൺ ഓടുന്നത്, അതിലെ സമാധാനമായത്. കഴിഞ്ഞ് പിന്നെ ഇടങ്ങാറായിപ്പോയി, കൈ വരച്ചിട്ട് വണ്ടി അവസ്ഥയായി. പിന്നെന്താ വണ്ടി കയറുന്നത്, ഞാൻ പിന്നെ ലീവാക്കി. വീഡിയോ എന്നാ പുറത്തുവിട്ടെ, ഞാൻ പുറത്തുവിട്ടില്ലായിരുന്നു. ഒന്നുമില്ല, ഞാൻ കണ്ടക്ടർ എന്നോട് പറഞ്ഞു അത് വിട്, രക്ഷിതാക്കൾ കാണട്ടെ, എന്താ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം എന്ന് കണ്ടോട്ടെ, വിട്ടുതരായിരുന്നു ഗ്രൂപ്പിൽ. അങ്ങനെയാണ് പോയി. ഫുള്ള് മീഡിയ മൊത്തം ആയിട്ട് വൈറലായി. അതെ അതെ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഓടുന്ന ഓട്ടോറിക്ഷന് അമ്മേൻ്റെ അടുത്തേക്ക് ഓടുക. അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ കുട്ടികളെ നല്ല ശ്രദ്ധിക്കണം. അങ്ങനെയായിരുന്നു, കുട്ടികൾക്ക് അറിയില്ലല്ലോ. തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇതിങ്ങനെ ആവില്ല, കൊലം മാറും. അതാ പറഞ്ഞേ. ഇല്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ അവർ ബംഗാളീസാണ്, മലയാളീസ് അല്ല. കണ്ടു, അവിടെ നിന്ന് സംസാരിച്ച് പോന്നാ, കുഴപ്പമൊന്നുമില്ല. അവരും ആകെ ഷോക്കായി പോയി, ആകെ പേടിച്ചില്ല, കുഞ്ഞടി കുടുങ്ങിയെന്ന് അവരും വിചാരിച്ചത്. കാരണം അങ്ങനെ വന്നേ, അത്ര വീഡിയോ കണ്ടല്ലേ, വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെ സംഭവം. ഞാൻ 4 കൊല്ലം കഴിഞ്ഞു, 4 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം. ഓ, അത് ഞങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യണ കൊടുത്തൂർ അങ്ങ് സ്ഥിരമായിട്ട് പോകുന്നൊരു വണ്ടിയുള്ളത് ഈ വണ്ടിയാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം, കുഴപ്പമൊന്നുമില്ല, എന്തായാലും രക്ഷപ്പെട്ടു. പ്രതികരണം എന്താ, വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും എന്താ പറയുക, അതിശയന്മാർ എല്ലാവരും പറയുന്ന എല്ലാവരും. വീട്ടുകാർ കണ്ടപ്പോൾ പറഞ്ഞ് ബസ്സിൽ പണി നിർത്തിയാലേ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, അപകടങ്ങൾ കാണുമ്പോൾ ഇതിപ്പോൾ ലൈവ് നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴല്ലേ നമുക്കിത് അറിയുള്ളൂ. അതെ അതെ, തൃപ്തി. അതെ, ദൈവത്തിൻ്റെ കരുത്ത് അതന്നെ. എന്തായാലും വലിയ ഒരു ആശ്വാസമാണ്. കാരണം പെട്ടെന്നൊരു ആത്മസംയമനം പാലിച്ചാൽ മാത്രമേ ആ വാഹനം വെട്ടിച്ച് അവിടേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. മലയാളികളല്ല ആ കുടുംബം, ആ കുടുംബത്തിൻ്റെ കുട്ടികളെയും കുട്ടിയുടെ രക്ഷകർത്താക്കളെ അപ്പോൾ കണ്ടു. പക്ഷേ വലിയൊരു സന്ദേശമാണ് ഈ ഒരു അപകടം രക്ഷകർത്താക്കൾക്ക് നൽകുന്നത്. കാരണം കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര ശ്രദ്ധ കാണിക്കണം, അല്ലെങ്കിൽ ഒരു തെരുവിലേക്ക് അല്ലെ തിരക്കേറിയ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്രമാത്രം ശ്രദ്ധ രക്ഷകർത്താക്കൾ നൽകണം എന്നൊരു പാഠം തന്നെയാണ് നൽകുന്നത്. എന്തായാലും വലിയ അഭിനന്ദന വർഷമാണ് ഡ്രൈവർക്ക് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരം തുമിനാടിൽ അച്ഛൻ മകളെ വെട്ടിക്കൊലപ്പെടുത്തി. 18 വയസ്സുകാരി മറിയം ജുമൈലയാണ് കൊല്ലപ്പെട്ടത്. പിതാവ് ഉമർ ഫറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ തുമിനാട് ഹിൽ ടോപ്പ് നഗറിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം. ലഹരിക്കടിമയായ പിതാവാണ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 18 വയസ്സുകാരി മറിയം ജുമൈലിയാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സ്ഥിരീകരിച്ചത്. പിതാവ് ഉമ്മർ ഫറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നമാണ് ക്രൂര കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. ലഹരിക്കടിമയായ ഇയാൾ ഭാര്യയെയും മകളെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നത്തെ ഒരു ഇഷ്യൂ പറഞ്ഞാൽ ഞങ്ങൾ തൊട്ട അയൽവാസിയാണ്. പക്ഷേ ഇവിടെ അവരുടെ ഭാര്യ അവരുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫാമിലി പ്രശ്നം കൊണ്ട് കുഞ്ഞിൻ്റെ പാപ്പയാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞിക്ക് കത്തിലാണ് കുത്തിയത്. പിന്നെ കുഞ്ഞിൻ്റെ മൂത്താപ്പക്ക് പരിക്കുണ്ട്. ഏതായാലും ഇത് ഇന്നത്തെ ഒരു ദിവസത്തിലത് ഞങ്ങൾക്ക് ഇവിടെ ഊഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ടുണ്ട്. നാട്ടുകാർ മുഴുവനും വിഷമത്തിലുണ്ട്. ഉപ്പള ജിടെക്കിലെ +2 വിദ്യാർത്ഥിനിയാണ് മരിച്ച മറിയം ജുമൈല. മൃതദേഹം മംഗളൂരു വെൻലോക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്. അക്കു എന്ന് വിളിക്കുന്ന അക്സൽ JP പ്രമോദിൻ്റെ 5ാം പിറന്നാളാണ്. അച്ഛൻ പ്രമോദ്, അമ്മ ജെൻസി, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരെല്ലാം ആശംസകൾ അറിയിക്കുന്നു. ന്യൂസ് 18ൻ്റെയും ആശംസകൾ അക്സൽ.
വടകര സ്വദേശി സ്വരൂപിൻ്റെയും പത്തനംതിട്ട സ്വദേശി മേഘയുടെയും വിവാഹമായിരുന്നു ഇന്നലെ. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഞങ്ങളിടം വാട്സപ്പ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരം സ്വദേശികളായ കിരണിൻ്റെയും ദർശനയുടെയും ആദ്യ വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. ആശംസകൾ അറിയിക്കുന്നത് സുരേഷ് അങ്കിൾ, ബീന, കുഞ്ഞക്കണ്ണൻ, സച്ചു എന്നിവർ. നമുക്ക് രാവിലെ പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി പോലീസ് പെട്രോൾ കാണാം.